പൈത്തനില്ലാട്ടോ, അതെവിടെയോ മുങ്ങി. ഒരു കൊമ്പി തന്നെ ഭയങ്കര സ്മെല്ലാണ്. അതിന്റെ വാല് കിടക്കണ നോക്കിയേ. ഹലോ, ഞങ്ങള് കൊച്ചിൻ കാർണിവല് കാണാൻ വേണ്ടി പോവാണ് കേട്ടാ. ഇപ്പൊ തീർന്നിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല, പോയി നോക്കാം. എന്താണെങ്കിലും അവിടെ സമയം തുടങ്ങണത് 4 മണി തൊട്ട് 10 മണി വരെ എന്നാണ് യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അപ്പൊ ഇന്നെന്തായാലും പോവാന്ന് വിചാരിച്ചു. ലച്ചു ആണെങ്കിൽ പോവാന്ന് ലച്ചുന് പാമ്പിനെയൊക്കെ തൊടണോന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ ചോദിച്ചു കഴുത്തിലിടണോന്ന് വെച്ചപ്പോ അത് വേണ്ട, തൊട്ടാ മതി എന്നാണ് പറയണത്. നോക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഭയങ്കര മഴക്കാറുമാണ് കേട്ടോ, ഭയങ്കര മഴക്കാറ്. ഇന്നലെ ഇതുപോലെ മഴക്കാറുണ്ടായിട്ട് ഒരു കാറ്റ് വന്ന് മഴ ഒത്തിരി ഒന്ന് പെയ്ത്. ഇന്നും അതുപോലെ ആവുമെന്ന് വിചാരിക്കണം, അറിയില്ല. പിന്നെ ഞാൻ ഇന്നൊരു സാരിയൊക്കെ എടുത്ത് ഉടുത്തിട്ടുണ്ട്. എനിക്ക് എന്തോ ഇന്നൊരു സാരി ഉടുക്കാൻ തോന്നി. അപ്പൊ സേതാണ് ഇവിടെ അതെ നല്ല കട്ട ബ്ലോക്കാണ്. ലച്ച് ബാക്കിലിരുന്ന് ആസ് യൂഷ്വൽ എന്തോ ഗെയിം കളിക്കണേന്ന് തോന്നണം. ഞാൻ ബ്ലോക്ക് കാണിച്ചു തരാട്ടാ. ഇത്രയും ബ്ലോക്കാണ്. ഇത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഭയങ്കര ഇത് ഫ്രണ്ടാണ് മോനെ. അത് ബാക്ക് ഗേറ്റ് ആണ്. ഇതാണ് ഫ്രണ്ട് ചങ്ങമ്പുഴ പാർക്കിന്റെ. അപ്പൊ ഇങ്ങനെ ഇരിക്കണത് ഭയങ്കര ട്രാഫിക്കാണ്. ഇത് ലുലുവിലേക്ക് പോണ ട്രാഫിക് ആയിരിക്കോ? ഇന്ന് വീക്കെൻഡ് ഒന്ന്, പക്ഷെ ഇന്ന് അവധിയാണല്ലോ ചെയ്തട്ടാ കൊറേ പേർക്കൊക്കെ. ഇന്ന് തൊഴിലാളി ദിനമാണ്. അല്ല, ഞാൻ എങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ ചിലപ്പോ ഈ ഓഫീസ് ടൈമില് നമ്മൾ എവിടെയെങ്കിലും പോവാൻ നിന്ന് കഴിഞ്ഞാ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. പിന്നെ ഇന്ന് കൊറേ പേർക്ക് അവധിന്ന് ബേസിക്കലി എങ്ങനെ ചെയ്യണമെന്ന് അറിയട്ടെ. ഈ ഒരു ഏരിയ പോലീസുകാർ ബ്ലോക്ക് ചെയ്ത് വെക്കണം, മനസ്സിലായോ? പോലീസുകാരവിടെ ഇപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെയും ബ്ലോക്ക് ആവത്തില്ല, മനസ്സിലായോ? ഇതാ ഇവിടെ ബ്ലോക്ക് ആവുമ്പോ അവിടെയും ബ്ലോക്ക് ആവും. എല്ലായിടത്തും ഭയങ്കര ബ്ലോക്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയ ബ്ലോക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നണത്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവിടത്തെ കാര്യങ്ങളൊക്കെ. മാക്സിമം നമ്മള് അവിടെ ആ ഷോ ഉണ്ടെങ്കില്, കാർണിവൽ ഉണ്ടെങ്കില് മാക്സിമം പറ്റണ വീഡിയോ. ആണോ? ചെയ്തിട്ടാ പറയണ ഒന്നും കേക്കില്ല, മൈക്കില്ലാത്തോണ്ട്. അതിന് പക്ഷെ എമർജൻസി അല്ലെന്ന് തോന്നണ്. ഹോൺ അടിക്കണില്ല. ഉണ്ടല്ല, ഒരു ആംബുലൻസ് വെട്ടിടക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ട് ഒരു ആംബുലൻസ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, അവിടെ ചെന്നിട്ട് കാർണിവൽ ഉണ്ടെന്നുണ്ടെങ്കില് മാക്സിമം നമുക്ക് പറ്റുന്നത്രയും നമ്മള് വീഡിയോ എടുക്കുന്നതായിരിക്കും. വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവിടെ പോവാമ്മേ കുഴപ്പമൊന്നുമില്ല. ചാർജ് കൈ കടയാണ്. ചിലപ്പോ പാട്ടുണ്ടാവും. ഇപ്പൊ എല്ലാ കാർണിവലിലും പാട്ടൊക്കെയാണ്. പാട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് വോയിസ് ഓവറാ അങ്ങനെ എന്തെങ്കിലും നമ്മള് ചെയ്യും. അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ബൈ. എന്താ പൊങ്ങി നിക്കണതുണ്ട്. അതിന് ആൾക്കാരില്ലെന്ന് തോന്നണം. പാർക്കിങ്ങിന് വേണ്ടിട്ട് ഇങ്ങനെ അന്വേഷിച്ചുണ്ടല്ലോ, മടുത്ത്. നേരത്തെ എടുത്ത വീഡിയോയിലൊന്നും മൈക്കോണല്ലായിരുന്നു. പക്ഷെ ഭയങ്കര ബ്ലോക്കാണ്. വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല. ഇവിടെ ഇട് ഈശ്വരാ. നമുക്ക് ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇടാല്ലേ. ഭയങ്കര പാട്ടാണല്ലോ. നമ്മള് കാർ എവിടേക്ക് ഇട്ടിട്ടാ നോക്കണോട്ടാ. ഇത് 100 രൂപയുണ്ട് ടിക്കറ്റ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി. സ്റ്റേഡിയം കണ്ടിട്ട് ഇതാണ് എൻട്രി. ഇങ്ങനെ എന്താ വരിക. ഇതൊരു നല്ല രസമുണ്ടല്ലേ. എവിടെ? അയ്യോ, സൈഡിന്ന് മൈക്കോളാണ്. ഭയങ്കര എന്താ പറയാ, ഇവിടെ ഫുള്ള്
AC ആണോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാർഡ് കണ്ടു. കാരണം ഈ ബേർഡ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ AC ഒക്കെ വെച്ചിട്ടുണ്ടാവുക ആളുകൾ. അപ്പൊ ഇവിടെ നോക്കി ഇങ്ങനെ ലവ് ബേർഡ്സിനൊക്കെ തുറന്ന് വിട്ടേക്കാണ് കേട്ടോ. അത് ഭയങ്കര തണുപ്പും നമുക്ക് സുഖമായിട്ട് ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം നമുക്ക് ചൂടെടുക്കണില്ല. ഒരു മണം ഉണ്ടല്ലേ? അത് ഈ കിളികളുടെ മണം. എവിടെ ലച്ചുവിന് ഭയങ്കര ഇഷ്ടാണ്. അച്ചോടാ ഇത് നോക്കിയ ചെയ്തിട്ട് പറഞ്ഞ പൊത്തിന്റെ ഉള്ളിൽ ഇരിക്കണേ, പേടിച്ചിരിക്കണേ തോന്നുന്നു. വന്നില്ല. അച്ചടാ എങ്ങോട്ടാ പോണേ? അറിയില്ല. ഇവിടെ ഒന്നുമില്ല. ലക്ഷ്യാണ്. ഇതെന്ത് പാമ്പല്ലേ? പാമ്പാണ്. ആ സ്നേക്കാണ്. പച്ചിലപ്പാമ്പ. ഇത് നിങ്ങൾക്ക് നോക്കിയ ഒരു പാമ്പിനെ കാണിച്ചു തരാം. അതെന്താണത്? കോബ്ര. എവിടെ? ഇരിക്കുന്ന ചെറിയ കോബ്ര. എന്താ എന്തോ ഇതിന്റെ പേര്? ഇതിനെപ്പറ്റി കൊറേ എഴുതിയിട്ടുണ്ട്. കിടക്കുകയാണല്ലേ? ഇതാണ് കേട്ടോ മരുഭൂമിയിൽ കിടക്കണ കോബ്ര. ഇതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെടണില്ല. ഇതെന്ത് ഭണ്ഡാരമാണ്? ഇതെന്താണ് ചെയ്തത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗു. തിഗുവാണ് കേട്ടോ. സാധനം നമ്മുടെ വലിയൊരു ഓന്ത്. ഇതെന്താ? സ്മോൾ മാമൽ ബേർഡ്സ് ലിസാർഡ് ഫ്രോഗ്. ഇത് ഇങ്ങനെ ഇതേപോലെ ഈ പടത്തിൽ കാണുന്ന പോലെ കിടന്ന് ഉറക്കമാണ്. അയ്യേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഇത് ഇതിനെ കാണില്ല ആണല്ലേ? പക്ഷെ എല്ലാരും വൈകുന്നേരം ആയതുകൊണ്ടാണ് അവരിൽ ഉറങ്ങാണ്. അയ്യോ എന്ത് രസാണ്. പാവം. രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഈ വൈക്കോലി കിടക്കണ കാണുന്നില്ല. പിന്നെ ഇവിടെ ഭയങ്കര ഈ ബേർഡ്സിന്റെ ഒക്കെ ഒച്ചയാണ്. ഒരു അനങ്ങണ കാണിച്ചു. അനങ്ങണ പാമ്പ്. ഫുൾ പാമ്പാണ് ട്രെൻഡിങ്. യെല്ലോ അനാക്കോണ്ടയാണിത്. യെല്ലോ അനാക്കോണ്ട. ഇതൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് വരതെ ഇതൊക്കെയാണ് ഇരിക്കണത് ഇവിടെ. ഇത് കാണിച്ചു കൊടുത്തത് കേട്ടാ. വേറെ എഴുതി വെച്ചിട്ടില്ല. ചമ്ലിയോനാണോ? ഭയങ്കര സ്മെല്ലാണ്. അതിന്റെ വാല് കിടക്കണ നോക്കിയേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളികൾ ഇങ്ങനെ പറക്കണതാണ്. ഭയങ്കര. ഇവിടെ ആരും ഇല്ല. നല്ല രസമുണ്ടല്ലേ? കിളികള് ഒരു കൊമ്പി തന്നെ പേടിച്ചു പോയി. കഴുത്തില് പാമ്പുണ്ട്. പറയണ്ടേ? അയ്യോ അയ്യോ നെഞ്ചിയാണ് പടവടക്കണേ. രസമുണ്ട്. അങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോ ഈ കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഒരാള് നോക്കുമ്പോ അതാണ് എനിക്ക് പേടിയായത്. ഇപ്പോഴും പറയണ്ടില്ല. അതിനെന്താണോ പറയാ? മക്കാവോ. ആ പാട്ട് പാടിയാലോ? മക്ക മക്ക മക്കാവോ. എല്ലാരും എന്നെ നോക്കി ചിരിക്കണായിരുന്നു. ഞാൻ മാത്രമുള്ള കോണത്തില് ഇതാണ് കേട്ടോ മെക്കാവോ. ഇത് ഹലോ ഒക്കെ പറയുന്ന ഇതിന് ഭയങ്കര സൗണ്ടാണ് കേട്ടാ. പാമ്പിനെ കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഭയങ്കര ക്രൗഡാണ്. ഇപ്പഴേ എല്ലാ അതുങ്ങളോടൊപ്പം ഇരിക്കണേ. ആരോടെ നീ തേക്കപ്പെടുന്നേ?
Marmoset. Marmoset. മർമസനോ? Marmoset. മാന്തൂട്ടാ ഇത്തിരി നീക്കി പിടിക്കാം, എന്നാലല്ലേ അതിനെ കറക്റ്റ് കാണുള്ളൂ. സൂം ഔട്ടായി പോണേന്ന്. ഞാൻ ഇതിലെടുക്കാം, അച്ഛനെ എടുക്കണം, ശരിയാവണില്ല. ഇതാണ് കേട്ടോ നമ്മുടെ പേർഷ്യൻ ക്യാറ്റ്. ഇവൻ മാത്രമാണ് എണീച്ചിരിക്കുന്നത്. ഒരു ബംഗാൾ ക്യാറ്റൊക്കെ ഉള്ള നല്ല ഉറക്കം വരും. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാവർക്കും ക്ഷീണം പോലെ. ഭയങ്കര തണുപ്പാണ് ഇവിടെ. കളിക്കാൻ ബോളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആനിമൽസിന് ഫീഡ് ചെയ്യരുതെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത്. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രേ പാരറ്റ്. അതിന്റെ പാല് എത്ര ഉള്ളു? അതോ കട്ട് ചെയ്ത് കളഞ്ഞതാണ്? ഗ്രേ പാരറ്റ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? കാണാനുള്ളത് ഉണ്ട്. ഇത് നല്ല അടിപൊളി. നമുക്കിത് എപ്പോഴൊന്നും കാണാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. സൂപ്പറാണ്. ഇത് ടർട്ടിൽ കടിക്കുന്നതല്ല, ഫേവറേറ്റ് ആണ്. ആളല്പം അപകടകാരിയാണ്. ശരിയാണ്. ദേ നോക്കിയേ, ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ശുദ്ധജല ആമകളിൽ ഒന്നാണ് ഇത്. റെഡ് ഹോൺഡ് സ്ലൈഡർ. ഇത് ആമയുടെ തന്നെ വേറെ വെറൈറ്റി അല്ലേ? ഈ പേര് കാണിച്ചു കൊടുക്ക്. ഇതേ ഒരു പാമ്പ് കിടക്കണൊക്കെ കണ്ടോ? എന്ത്? പൈത്തൺ. ഇതെന്താ കാണുന്നില്ലല്ലോ. പോയാ? ഇവിടെ എവിടെയോ പോയിട്ടുണ്ട് ട്ടാ. താഴത്തോട്ടെല്ലാം പോയ ആളുകൾ. അതാണ്. നമ്മളെ കടിക്കോ? പൈത്തൺ ഇല്ല ട്ടാ, അതെവിടെയോ മുങ്ങി. ആഫ്രിക്കൻ ബോൾ പൈത്തൺ. നമ്മൾ ഇവിടെ ഈ പൈത്തനെ കാണാം. ഇതിനെ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഈ പാമ്പിനെ കണ്ട മേലൊക്കെ ഉണ്ടല്ലോ എന്താ അതുപോലെയൊക്കെ തോന്നും. വേണ്ടല്ലേ ചിക്കുട്ടാ? ഇതിന്റെ ലെങ്ത് വന്നിട്ട് 4 to 6 പോയിന്റ് ആണ് കേട്ടാ. ഓ, അതിന്റെ മുഖം എടുക്കരുത് കേട്ടാ. അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ചെയ്തന്നെ. ഇതിനെ എനിക്കിനെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടായില്ല. ഇതാണ് മെക്സിക്കൻ ബ്ലാക്ക് കിങ്സ് സ്നേക്ക് ആണ് കേട്ടാ. കാണുന്നുണ്ടോ ബ്ലാക്കിൽ കിടന്നിട്ട്? വീഡിയോയിൽ കാണുന്നുണ്ടോ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ ഇഗ്വാന. എന്റെ പൊന്നെ ഭയങ്കര ഉറക്കമാണ് കേട്ടാ. ഭയങ്കര ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു കുംഭകർണനാണെന്നാ തോന്നണേ. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ ഇഗ്വാന കേരളത്തില്. നമ്മൾ കേറി വരുമ്പോഴത്തേക്കും ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ കാണാനുള്ളത്. ഇനി നമ്മള് അങ്ങോട്ട് വേറെയും ഉണ്ട് കാണാനായിട്ട്. എടുക്കായിരുന്നു. അച്ചടാ, നല്ല ഭംഗിയുണ്ടല്ലേ? എന്തെന്നാ പേര് നോക്കിയ? നെൽസൺ മിൽക്ക് ഷേക്ക്. അയ്യ, അതെന്ത് പേരാണ്? എന്ത് കഷ്ടമാണ്. എനിക്ക് പാമ്പിനെ കാണുമ്പോ ഒരു സൈസ് പേടിയാണ്. നെച്ചുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മൊത്തത്തില് കിളികൾ ഇങ്ങനെ പറന്ന് നടക്കണേട്ടോ. അത് കാണാൻ ഭയങ്കര രസാ.
അവരിടയ്ക്ക് ഇങ്ങനെ വടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ തട്ട് ഒച്ചയൊക്കെ ഉണ്ടാക്കും. ഇതിങ്ങനെ പാറി പറന്ന് നടക്കുകയാണ് കേട്ടാ. പക്ഷെ എന്നിട്ട് എല്ലാം അവിടെ തന്നെ ഒന്ന് ഇരിക്കും. എന്തായാലും അടിപൊളിയാണ് കേട്ടാ. ഒരു പെണ്ണ് പാമ്പിനെ പുറത്തിട്ടേക്കാം. ആ എന്നോട് പറഞ്ഞിടാന്ന്. എനിക്ക് പറ്റൂല, സേതുവണ്ണ ഇട്. അയ്യോ എനിക്ക് പേടിയാ, എനിക്ക് പേടിയാണ്. വൈറ്റ് ഇതിനാ എന്നെ എനിക്ക് പേടിയാണ്. കയ്യിൽ വെച്ചാൽ മതി. എനിക്ക് പാമ്പിനെ ഇഷ്ടമല്ല. പാമ്പിനല്ലെന്ന് ആ സാധനത്തിനാ. കടിക്കോ? പെട്ടെന്ന് എടുക്കണം. പേടിയാണ്. ദൈവമേ. ഒന്ന് പറയണോ? അത് എന്തോ തിന്നാനുള്ള സാധനം മതി മതി. എന്താണ് എന്റെ പേരെന്താ? ഒന്ന് എടുക്കാൻ പറയോ? ഇല്ല. മതി മതി. എന്റെ ഫോനെ പേടിയോ? അയ്യോ ലച്ചു, അയ്യോ കൈ വേണ്ട. കയ്യിലോട്ട് വേദന എടുക്കുമോ നോക്ക്. വേദന എടുക്കോ? വേദന എടുക്കുന്നില്ല. ഫോട്ടോ എടുക്കാൻ പറ ലച്ചുനോട്. അടിപൊളി സംഭവമാണ് കേട്ടോ. എല്ലാരും മിസ് ചെയ്യാതൊക്കെ വന്ന് കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടാ. എന്ന് പറയേണ്ടത് ഒരു 2 ദിവസം കൂടി ഉള്ളൂ കേട്ടാ. ഓക്കെ താങ്ക് യു താങ്ക് യു. ഭയങ്കര തിരക്കാണ് കേട്ടാ. പിന്നെ കൊറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. എത്ര ആളുകളെ എനിക്ക് കയറ്റി വിടണമെന്ന് അറിയില്ല. ഭയങ്കര തിരക്കാ. ഉള്ളിൽ നല്ല തണുപ്പാണ്. പിന്നെ നമ്മൾ കൊടുത്ത 100 rupees ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ എന്താണ്. പിന്നെ ഞാൻ ഈ തുടക്കം നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളിത് വന്ന് കാണൂന്ന്. പക്ഷെ ഇത് ഞായറാഴ്ചത്തോടുകൂടി തീരും കേട്ടോ. ഫുൾ ഓഫ് ഹാർട്സ് ആണ്. ഇപ്പൊ ഇവിടെ മൊത്തം ഒരു റെഡും വൈറ്റും. ഓ ഗോൾഡ് നോക്കിയേ. എന്ത് രസം കാണാനായിട്ട്. നമ്മൾ കൂടെ പോണ പോലെ വീഴാനൊക്കെ പോണ പോലെ തോന്നുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങനെ വീഴണ പോലെയും മല കയറുന്ന പോലെയൊക്കെ തോന്നുക. നല്ല എക്സ്പീരിയൻസ് ആണ്. അയ്യോ ഭയങ്കര രസം. നമ്മൾ ഇതിലോട്ട് തന്നെ ശ്രദ്ധിച്ചു നിൽക്കണോണ്ടോ. അയ്യോ അയ്യോ അടിപൊളി. നല്ല രസമുണ്ട്. എന്താ എല്ലാരും ഭയങ്കര ഒച്ചപ്പാടാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വാവ്. അയ്യോ നമ്മള് അടിപൊളി. അയ്യോ ഇത് വെള്ളത്തിലോട്ട് നമ്മള് ഭയങ്കര ഹാപ്പി.
ഈശ്വര. അയ്യോ പേടിയാണോ? അച്ഛന് പേടിയാവോ? ഓ സൂപ്പറാണ്. ഞാൻ വേറെ എവിടെ എത്തിയത് പോലെ എനിക്ക് ഫീൽ ചെയ്യണ. ഓ നമ്മള് ചരിയണ പോലെയൊക്കെ തോന്നണ കേട്ടാ. നമ്മള് അയ്യോ സൂപ്പർ. ഈശ്വര കണ്ണ് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഈശ്വര അയ്യോ ശരിക്കും ഫീൽ ചെയ്തില്ലേ വീഴാൻ പോണ പോലെയൊക്കെ? ഇംഗ്ലീഷ് പോലെ ഡ്രാഗനൊക്കെ ആ ഒരു ഫോറസ്റ്റിൽ നമ്മൾ അകപ്പെട്ട പോലെ അടിപൊളിയായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊന്ന് അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. എന്താ പറയാ, നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ ഈ ഡിനോസറിന്റെയും അങ്ങനെ ഡ്രാഗന്റെ ഒക്കെ ഫിലിം കാണൂല, അതുപോലെ നമ്മൾ ആ ഫോറസ്റ്റിൽ ചെന്ന പോലെ നമ്മൾ മൂവ് ചെയ്യണ പോലെയും മുഖത്തേക്ക് ഇതൊക്കെ അടിക്കണ പോലെയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നീ വീഴാൻ പോണ പോലെ തോന്നിയാ നിനക്ക്? ഇവിടെ വീഴാൻ പോണ പോലെ എന്നെ വീട്ടിയിടുന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചില സ്ഥലത്ത് കണ്ണടച്ചപ്പോ ലച്ചു പറഞ്ഞ് കണ്ണ് ഓർക്കാൻ, കണ്ണ് എനിക്ക് എന്തോ പോലെ. എന്താ അടിയുള്ള എന്തൊക്കെയുണ്ട്. ആ ഭയങ്കര തിരക്ക്. ഭാഗ്യം നമ്മള് രക്ഷപ്പെട്ടു. നമ്മള് നേരത്തെ വന്നോണ്ട് എന്തൊരു ക്രൗഡാ നോക്കിയേ. നമ്മൾ അത്രയും ക്രൗഡ് ഉണ്ടായില്ല. റോബോട്ട് പിന്നെ യൂഷ്വൽ എക്സിബിഷൻ ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കില് ബുക്സ്, പിന്നെ എന്താ ശർക്കര, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടത് അവിടെ. പോയിന്റ് കിട്ടിക്കഴിഞ്ഞാലേ ഒരു ഇത് കിട്ടും. നീ ഇത് എത്ര എടുക്കാൻ നോക്കണേ? ഒന്നിലൊന്നും ഇടായിരുന്നു. 5 5 5 5 4 3 ചെയ്യട്ടെ. ഇവിടെ ചെയ്യട്ടെ 6 21. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. 100 രൂപയ്ക്ക് ഭയങ്കര ലാഭമായിരുന്നു.
സൂപ്പർ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കൊക്കെ ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസ്സാരം പേരായി വരാം. ബൈ.